നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. പാതിവില തട്ടിപ്പിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇ.ഡി. കൊച്ചി യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്തെന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. കേരളമാകെ നടന്ന കോടികളുടെ പാതിവില തട്ടിപ്പിൽ സുപ്രധാന നീക്കമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തട്ടിപ്പിന് പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്തെന്ന IB റിപ്പോർട്ടിന് പിന്നാലെ ഇഡി കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം കേസ് ഏറ്റെടുക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. തട്ടിപ്പിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും അനന്തകൃഷ്ണൻ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയോ എന്നും ഇഡി പരിശോധിക്കും. നിലവിൽ സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഇഡി അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ കേസിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ആരോപണ വിധേയരായ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഇഡി ചോദ്യം ചെയ്യുമോ എന്നതും കേസിൽ പ്രധാനമാണ്. 24 കൊച്ചി. ഇപ്പോഴൊരു വാർത്ത MG പ്രതീഷ് അറിയിക്കുന്നുണ്ട്. പാലോട് കരുമൺകോട് കാർ കത്തി ഒരാൾ മരിച്ചു. വീട്ടിലെ കോമ്പൗണ്ടിൽ കിടന്ന മാരുതിക്കാറാണ് കത്തിയത്. ഒരു വളർത്തുനായും ഉണ്ടായിരുന്നു. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. പാലോട് പോലീസ് സ്ഥലത്തെത്തിയെന്നാണ് MG പ്രതീഷ് അറിയിക്കുന്നത്. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണൻ ലക്ഷ്യമിട്ടത് കൂടുതൽ വലിയ തട്ടിപ്പുകൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ, വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വോളണ്ടിയർ ഗ്രാം എന്നിവരുടെ പണം തട്ടാനായിരുന്നു അനന്തകൃഷ്ണന്റെ പദ്ധതി. CSR ഫണ്ടിന് പകരം തനത് നിലയിൽ പണസമാഹരണവും ലക്ഷ്യമിടുന്നതായി അനന്തകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. അനന്തകൃഷ്ണന്റെ വിശദീകരണ ശബ്ദരേഖ 24 പുറത്തുവിട്ടു. പാതിവില തട്ടിപ്പിൽ പിടിയിലായിരുന്നില്ലെങ്കിൽ അനന്തകൃഷ്ണൻ തട്ടിയെടുക്കാനിരുന്നത് അനേക കോടികൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനവും ഇയാൾ നടത്തി. അപ്പോൾ വ്യവസായ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചവരുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ് മുടക്കിയിട്ടുള്ളത്. അവരുടെ മുതൽ മുടക്കാണ് യഥാർത്ഥത്തിൽ അത് എന്റെ കമ്പനിയെ വിശ്വാസത്തിൽ എന്നെ ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ എന്നെ വിശ്വാസം അർപ്പിച്ച് അവർ നൽകിയ പൈസയാണ് ഞാൻ ഇതിനകത്ത് മുടക്കിയിട്ടുള്ളത്. ആ ഇൻഡസ്ട്രിയൽ മെഷീനുകളിൽ അവർക്കിനി തയ്യലിന്റെ പരിശീലനം കൊടുക്കാൻ കഴിയും, തുണിത്തരങ്ങൾ കൊടുക്കാൻ കഴിയും, ക്ലസ്റ്ററുകൾ തുടങ്ങാൻ പോകും. നമ്മൾ 100 ക്ലസ്റ്റർ അനൗൺസ് ചെയ്ത് നടത്താൻ പോകാൻ വേണ്ടിയാണ്. 100 ക്ലസ്റ്ററുകളിലേക്ക് മെറ്റീരിയൽസ് എത്താൻ പോവുകയാണ് അടുത്ത ദിവസം. ഇൻസ്റ്റഗ്രാമിന് ബദലായി വോളണ്ടിയർ ഗ്രാം എന്ന ആപ്പ് പുറത്തിറക്കുന്നതും വളരുന്നതും വിൽക്കുന്നതും ഇയാളുടെ ചിന്തയിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു ലക്ഷ്യം. നിലവിൽ ഇത്രയും കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു. ആ കുട്ടികളെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരൊരു വോളണ്ടിയർ ഗ്രാം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിന് ബദൽ പോലെയുള്ള ഒരു വോളണ്ടിയർ ഗ്രാം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ നാളെ അത് ചെയ്യാൻ വരുമ്പം ആ ആപ്പിനുള്ളിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വന്ന് യുവാക്കൾ വരുമ്പോൾ അതിന് വാല്യുവേഷൻ നടത്തി ആ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ആ ആപ്പിനെ വിൽക്കണമെന്നാണ് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ ചില രൂപതകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടെന്ന വാദവും ഇയാൾ നിരത്തി. എന്നെ അതിനകത്ത് ഒരു 60-ലധികം രൂപതകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഓരോ രൂപതയുടെ പേരെടുത്ത് ഇപ്പൊ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ രൂപതയും ചില ക്ലസ്റ്ററുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓരോ രൂപതകളും എന്നെ സഹായിച്ചവരുണ്ട്, വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ NGO കോൺഫെഡറേഷൻ യോഗത്തിലായിരുന്നു അനന്തകൃഷ്ണന്റെ വിശദീകരണങ്ങൾ. വാങ്ങിയ പണത്തിന് വാഗ്ദാനം നടപ്പാക്കാതെ വന്നപ്പോൾ പലരും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ജൂൺ 30-നകം വാഗ്ദാനം നിറവേറ്റുമെന്നും ഇയാൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു. CSR ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ തനിക്ക് കൺസൾട്ടൻസി ഫീസ് തരുന്നവരുണ്ടെന്നും ഡീലർ കമ്മീഷൻ കിട്ടുമെന്നും ആ പണം വാഗ്ദാനം നിറവേറ്റാൻ വിനിയോഗിക്കുമെന്നൊക്കെ അനന്തകൃഷ്ണൻ യോഗത്തിൽ അവകാശപ്പെടുന്നുണ്ട്. B. ദിലീപ് കുമാർ, ന്യൂസ് ഡെസ്ക് 24. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചാൽ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് മൂവാറ്റുപുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. അതേസമയം അനന്തകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. പ്രതിക്കെതിരെ പോലീസ് ആരോപിക്കുന്ന കുറ്റം നിലനിൽക്കില്ലെന്നും സിവിൽ കോടതിയിൽ പരിഗണിക്കേണ്ട കേസാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പോലീസ് പറയുന്നത് പോലെ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യാപേക്ഷ തള്ളുന്നതായി കോടതി വ്യക്തമാക്കി. ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും പരാതിക്കാരെ പ്രതി സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം അനന്തകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ പണം നൽകിയ കാര്യം അനന്തകൃഷ്ണന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഡയറി അശോക ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. പേഴ്സണൽ ഡയറി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടി വരും. പോലീസിന്റെ കയ്യിലുണ്ട്. അത് റെക്കോർഡഡ് ആണ്, ഓൾറെഡി റെക്കോർഡഡ് ആണ്. അനന്ത് പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഓൾറെഡി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അതേസമയം തട്ടിപ്പ് പരാതിയിൽ പൊൻകുന്നം പോലീസും ഇന്ന് അനന്തകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശ്യാംകുമാർ,
24 കൊച്ചി. കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാമ്പിലെ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാർ 24-നോട് പറഞ്ഞു. അത് ഏകദേശം ഇപ്പോൾ നമ്മുടെ ഈ സമയമായപ്പോഴത്തേക്കും ഫുള്ള് കൺട്രോളിൽ ആയി കഴിഞ്ഞു. തീ 4 ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നായി 5 ഫയർഫോഴ്സ് വാഹനങ്ങളും കുളത്തൂപ്പുഴ, പാലോട്, പത്തനാപുരം റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും എല്ലാം ചേർന്ന് ജനവാസ മേഖലയിലോട്ടും വനം മേഖലയിലോട്ടും തീ കയറാതെ നമ്മൾ പൂർണ്ണമായും തീ കെടുത്തിയ അവസ്ഥ. ഒരു ഭീതിക്കുള്ള സാഹചര്യം ഇവിടെ ഇല്ല. നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തന്നെ 24 മണിക്കൂറും ഇവിടെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിനകത്ത് അന്വേഷണം ഉണ്ടാവും. അതിനകത്ത് തുടർ നടപടികളും ഉണ്ടാകും. അരുൺരാജുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. അരുൺ, എങ്ങനെ ഈ തീ പടർന്നു എന്നതിൽ വ്യക്തതയായിട്ടുണ്ടോ? പ്രാഥമികമായെങ്കിലും എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെയും ഒരു വിലയിരുത്തൽ ജനവാസ മേഖലയിൽ നിന്നാണ് ഈ തീ ഈ കാട്ടിലേക്കും അതുപോലെ തന്നെ ഓയിൽ ഫാമിന്റെ മേഖലയിലേക്കും അടക്കം പടർന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണത്തിലേക്ക് ഫോറസ്റ്റും ഫയർഫോഴ്സും കടക്കുകയുള്ളൂ. അത് നാളെ രാവിലെയോടെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറെ ആശ്വാസകരമായ കാര്യം, കഴിഞ്ഞ ഏറെ മണിക്കൂറുകളായി നമ്മളൊക്കെ ആശങ്കയിൽ നിന്ന ആ തീ അത് പൂർണ്ണമായും കെടുത്താൻ ഇപ്പോൾ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാത്രിയിലടക്കം നിരീക്ഷണം തുടരും എന്നുള്ളതാണ് ഫോറസ്റ്റ് വ്യക്തമാക്കുന്നത്. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും തീ പടരാനുണ്ടായ സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ടുണ്ട്. ഇപ്പോൾ അത് അവരെ ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമമായിരിക്കും ഫോറസ്റ്റ് നടത്തുക. അങ്ങനെ ഒരു ഇരു സേനകളുടെയും സംയുക്തമായ രീതിയിലുള്ള ഒരു നീക്കമായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് ഫോറസ്റ്റും ഫയർഫോഴ്സ് ഓഫീസർമാരും നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ഓയിൽ ഫാമിന് കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഓയിൽ ഫാം മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നാളെ രാവിലെ ഓയിൽ ഫാമിന്റെ ജീവനക്കാരും ആരംഭിക്കും. എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് തീ ഏത് സാഹചര്യത്തിൽ പടർന്നു, എങ്ങനെയാണ് ഇതിന്റെ ഉറവിടം എന്നീ അടക്കമുള്ള കാര്യങ്ങളിൽ നാളെയായിരിക്കും പരിശോധന ഉണ്ടാവുക. ശരി അരുൺ. തിരുവനന്തപുരം പാലോട് കരിമൺകോട് വീട്ടുവളപ്പിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീ പിടിച്ച് ഒരാൾ മരിച്ചു. 64 വയസ്സുള്ള പുരുഷോത്തമനാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ. ഉന്മേഷ, രാത്രി 10 മണിയോടുകൂടിയാണ് പാലോട് കരുമൺകോട് കാറ് കത്തി ഒരാൾ മരിച്ചത്. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് അപകടത്തിൽ പെട്ടത്. ആത്മഹത്യ എന്നതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഈ പുരുഷോത്തമൻ പിള്ള 64 വയസ്സ്, ഇദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത്. ഈ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെയാണ് ഇവിടെ എത്തുകയും പോലീസിന് വിവരമറിയിക്കുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത്. ഒരു വളർത്തുനായയും ഈ കാറിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ പ്രദേശവാസികൾ അറിയിക്കുന്ന കാര്യം. ഈ നിലവിൽ ഈ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാലോട് പോലീസ് സ്ഥലത്തെത്തി ഈ പരിശോധന നടത്തുന്നുണ്ട്. ഈ വീട്ടിൽ മറ്റാരും തന്നെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. അപകടത്തിലേക്ക് നയിച്ചതിന്റെ കാരണമടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പ്. മദ്യനയം പിന്തുടർന്നു പോരുന്ന യാഥാസ്ഥിതിക സമീപനം ഉപേക്ഷിക്കാനാണ് ധാരണ. CPIM നേതൃത്വത്തിന്റെ അനുമതി കിട്ടിയാൽ കരട് മദ്യനയം മന്ത്രിസഭാ യോഗത്തിൽ പാസാക്കും. എഥനോൾ പ്ലാന്റ് അനുമതി വിവാദമായെങ്കിലും ഡിസ്റ്റിലറി തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് കമ്പനികൾ വകുപ്പിനെ സമീപിക്കുന്നുണ്ട്. എലപ്പുള്ളിയിലെ വൻകിട എഥനോൾ പ്ലാന്റ് വിവാദത്തോടുള്ള പ്രതികരണമായാണ് മദ്യനയത്തിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. വിവാദങ്ങൾ കണക്കിലെടുക്കാതെ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശമാകും പുതിയ നയം. ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് ഇപ്പോൾ തന്നെ അനുമതിയുണ്ട്. ഇതിലടക്കമുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കുന്നതാണ് പരിഗണനയിലുള്ളത്. യഥാസ്ഥിതിക സമീപനം പിന്തുടരുന്ന മറ്റ് വ്യവസ്ഥകളും ഉദാരമാക്കും. പാർട്ടി ക്ലിയറൻസ് ലഭിച്ചാൽ അടുത്ത മന്ത്രിസഭായോഗത്തിൽ മദ്യനയം അവതരിപ്പിച്ച് പാസാക്കും. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം പുറത്തിറക്കേണ്ട മദ്യനയം വർഷം തുടങ്ങി 11ാം മാസമാണ് പുറത്തിറക്കാൻ പോകുന്നത്. വിവാദമുണ്ടായിട്ടും 2 കമ്പനികൾ ഡിസ്റ്റിലറി തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് എക്സൈസ് വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. നിയമാനുസൃതമായ അപേക്ഷയുമായി വരാനാണ് കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം. ഈ മാസം 21-ന് കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര നിക്ഷേപക സംഗമത്തിൽ ഈ കമ്പനികൾ നിക്ഷേപ താൽപര്യം പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. വീട് നിർമ്മാണത്തിൽ വ്യവസ്ഥകൾ ഉദാരമാക്കി സർക്കാർ. നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയിലെ വീട് നിർമ്മാണത്തിന് തരംമാറ്റ അനുമതി വേണ്ട. അപേക്ഷകരോട് തരംമാറ്റ അനുമതി ആവശ്യപ്പെടാൻ പാടില്ലെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി.
വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം കൂടി. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനു എന്ന ആദിവാസി യുവാവാണ്. ഇന്നലെ രാത്രിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ വയനാട് ജില്ലയിൽ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്നലെ രാത്രി 7:30യോടെയാണ് മാനു കാപ്പാട് അടിയ ഉന്നതിയിലെ ബന്ധുവീട്ടിലേക്ക് വന്നത്. ഉന്നതിക്ക് തൊട്ടു താഴെ വെച്ചായിരുന്നു കാട്ടാന ആക്രമണം. പിന്നെ ഞാൻ അവിടെ അരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കയറി വന്നപ്പോൾ ആനയും വന്നു. ആന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. 3 ആന വന്നു. 1 ആന വെള്ളം കുടിച്ചു പോയി. 2 ആനയും വെള്ളം കുടിച്ചു പോയി. അപ്പോൾ 1 ആന വന്നപ്പോഴാണ് ഇയാളെ. കേരള തമിഴ്നാട് അതിർത്തിയായ പാട്ടവയൽ നൂൽപ്പുഴ പ്രദേശത്താണ് കാട്ടാന ആക്രമണം. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രദേശമാണിത്. ജനറൽ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി ഒഴിപ്പിച്ചുവെങ്കിലും ആദിവാസി കുടുംബങ്ങൾ പദ്ധതിയുടെ ഭാഗമല്ല. റീബിൽഡ് കേരളയിലാണ് സ്വയം സന്നദ്ധ പുനരധിവാസം കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് മാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് 3 വീട്ടിൽ 6 കുടുംബമുള്ളത് ട്രൈബൽ കുടുംബമാണ്. തൊട്ടപ്പുറത്ത് 9 കുടുംബമുള്ള ട്രൈബൽ കോളനിയുണ്ട്. ഇവർ മാറാൻ തയ്യാറാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഈ പദ്ധതിയിലെ പണം ഇവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ്. പ്രതിഷേധത്തെ തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡൻ വരുണ്ടാലിയ സ്ഥലത്തെത്തി ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ നേതാക്കളുമായും ചർച്ച നടത്തി. പോസ്റ്റ്മോർട്ടം നടന്ന ബത്തേരി താലൂക്ക് ആശുപത്രിയിലും വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിന് മുന്നിലും UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ DP രാജശേഖരനെ പോലീസ് തടഞ്ഞത് തർക്കത്തിനിടയാക്കി. നീലഗിരി പാട്ടവയൽ വെള്ളരി ഉന്നതിയിലാണ് മാനുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. 24 വയനാട്. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മയിലിന്റെ മൃതദേഹം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സോഫിയയുടെ കുടുംബത്തിന് ആദ്യഗഡുവായി 5 ലക്ഷം രൂപ സഹായധനം കൈമാറി. കാട്ടാനശല്യത്തിൽ ജില്ലാ കളക്ടർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് നാട്ടുകാർ അറിയിച്ചു. സംസ്ഥാനത്ത് തുടർച്ചയായുണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം നാളെ ചേരും. 8 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സോഫിയയുടെ മൃതദേഹം പുലർച്ചെയോടെ നാട്ടുകാർ വിട്ടു നൽകിയത്. TRNT എസ്റ്റേറ്റിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഒരു ജീവൻ കൂടി നഷ്ടമാവില്ലായിരുന്നു. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് ഇന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ്. ഇവർക്ക് ഉള്ള ജോലിയുടെ കാര്യമാണ്. അത് സർക്കാർ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ അതിലേക്കുള്ള റെക്കമെൻഡേഷൻ അയക്കും. 4ാമത്തെ കാര്യം, ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിട്ടതിന്റെ കാരണത്തെ കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. സോ അതിന്റെ കാര്യത്തിലുള്ള നടപടിയും എടുക്കും. സോഫിയയുടെ കുടുംബത്തിന് ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ സഹായധനം കൈമാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബാക്കി തുക ഉടൻ കൈമാറും. സർക്കാർ നഷ്ടപരിഹാരം മാത്രം നൽകി കൈയൊഴിയുകയാണെന്നാണ് ഡീൻ കുര്യാക്കോസ് MP-യുടെ വിമർശനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നഷ്ടപരിഹാരത്ത് കൊടുക്കുക, അതോടുകൂടി ബാധ്യത തീരുന്നു. യാതൊരു ശ്രദ്ധയുമില്ലാതെ ആളുകളെ വീണ്ടും വീണ്ടും കുരുതി കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. കാട്ടാനശല്യത്തിൽ അടിയന്തര പരിഹാരമില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിനാണ് നാട്ടുകാരുടെ തീരുമാനം. മന്ത്രി അടക്കമുള്ള ആൾക്കാരോട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ചീഫ് ലൈഫ് വാർഡനോട് വരെ പരാതി പറഞ്ഞു. അവർ വന്ന് പ്രഹസനമായിട്ട് വന്ന് 2 വെടിയും പൊട്ടിച്ചിട്ട് പോവും. പിറ്റേ ദിവസം ഇത് തന്നെ. ഒരാഴ്ചക്കിടെ ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെയാളാണ് സോഫിയ. 24 ഇടുക്കി. ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ താങ്ങായിരുന്ന സോഫിയയുടെ മരണം ഒരു നാടിനാകെ വേദനയായി മാറുകയാണ്. കൊല്ലപ്പെട്ട സോഫിയ വന്യജീവി ശല്യത്തിന്റെ ഭീകരത വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സോഫിയ നാളുകൾക്ക് മുൻപ് ദുരിതങ്ങൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുള്ളി പോകുമ്പോ കാണിക്കും, നിങ്ങളങ്ങ് പോകും ആന നേരെ വരുമോ, കൊച്ചു വീണു ആന പേടിച്ചു. TRNT എസ്റ്റേറ്റിൽ വർഷങ്ങളായി തുടരുന്ന കാട്ടാനശല്യത്തെക്കുറിച്ച് സോഫിയയും മകളും ഭർത്താവും വിവരിക്കുന്ന ദൃശ്യങ്ങളാണിത്. സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത മകളുടെ ആശങ്കയും വ്യക്തമാണ്. 6000 ഏക്കർ പടർന്നു കിടക്കുന്ന TRNT എസ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കൊമ്പൻപാറയിലാണ് സോഫിയയും കുടുംബവും താമസിച്ചിരുന്നത്. അയൽവാസികളായി ആകെയുള്ളത് മറ്റു 2 കുടുംബങ്ങൾ. 3.5 കിലോമീറ്റർ അധികമുള്ള വിജനമായ റോഡിലൂടെ ആനയെ ഭയന്നുള്ള യാത്ര. ഭിന്നശേഷിക്കാരിയായ മകൾക്ക് സംരക്ഷണമൊരുക്കിയുള്ള യാത്രയ്ക്ക് ഉമ്മ സോഫിയ ഇല്ലാത്തത് നികത്താനാവാത്ത നഷ്ടം. നേരത്തെ ആനയെ കണ്ടിട്ട് ഓടി, പിന്നെ താഴോട്ട് വീണിട്ട് കാലിലെ പൊട്ടലുണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് മന്ത്രിയെ കണ്ട് പിന്നെ പരാതിയൊക്കെ കൊടുത്തതാണ്.
പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ പിന്നെ നിങ്ങൾക്ക് സോളാർ ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞതില്ലാതെ ഒന്നും ചെയ്തിട്ടുമില്ല. ഉദ്യോഗസ്ഥന്മാരൊന്നും തിരിഞ്ഞുകൂടെ നോക്കിയിട്ടില്ല. കഴിഞ്ഞ 25 കൊല്ലത്തിലധികമായി സോഫിയയും കുടുംബവും താമസിക്കുന്നത് TR&D എസ്റ്റേറ്റിലാണ്. വീടിനോട് ചേർന്ന ഇക്കാലം അത്രയും ഉപയോഗിച്ചിരുന്ന ഓലിയിൽ ഇന്നലെ വൈകിട്ടും സോഫിയ പോയി. വൈകിട്ട് 6 മണിയോടെ കലിപൂണ്ട കാട്ടാന സോഫിയയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കാട്ടാന ആക്രമിച്ച അമ്മയുടെ മൃതദേഹം കാണേണ്ടി വന്ന മകന്റെ വേദനയും വിഷമങ്ങൾ പറയാൻ കഴിയാത്ത മകളുടെ നൊമ്പരത്തിനും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക ഒന്നുമാവില്ല. 24 ഇടുക്കി. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് സ്വകാര്യ സർവകലാശാല ബില്ലുമായി സർക്കാർ മുന്നോട്ട്. സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമാണെന്നും കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് ഇതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ബിൽ സഭയിൽ അവതരിപ്പിക്കുന്ന തീയതി നാളെ നിശ്ചയിക്കും. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകിയത്. തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെ എതിർപ്പ് പ്രകടിപ്പിച്ച് CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്ത് വന്നു. ഇടത് നയത്തിനുള്ള വ്യതിയാനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി ഇടത് സംഘടനകൾ സമരസൂചന നൽകുന്നുണ്ടെങ്കിലും അതൊന്നും സർക്കാർ ഗൗനിക്കുന്നില്ല. നിയമസഭയുടെ നടപ്പു സമ്മേളനത്തിൽ തന്നെ ബിൽ നിയമമാക്കാനാണ് ധാരണ. കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരൂ. വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ്. സ്വകാര്യ സർവകലാശാല ബിൽ സഭയിൽ അവതരിപ്പിക്കുന്ന തീയതി നാളെ ചേരുന്ന കാര്യോപദേശ സമിതിയിൽ തീരുമാനിക്കും. 13-ന് ബിൽ അവതരിപ്പിക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ വയോജന കമ്മീഷൻ ബിൽ കൂടി വരുന്നതിനാൽ തീയതി മാറിയേക്കും. 24 തിരുവനന്തപുരം. സ്വകാര്യ സർവകലാശാല തീരുമാനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ കച്ചവടത്തിന് അവസരമൊരുക്കുകയല്ല, മികവ് നേടുകയാണ് ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ഇടപെടുമെന്നായിരുന്നു LDFന്റെ പ്രഖ്യാപനം. അതിന്റെ ഭാഗമാണ് സ്വകാര്യ സർവകലാശാലയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായും ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് വെക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. ആ പ്രത്യേകതകളിൽ ഒന്ന്, ആ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നിലവരുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയത്തിന് എതിരാണ് തീരുമാനമെന്ന് AISF. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൽ പിണറായി വിജയൻ മറുപടി പറയണമെന്ന് KSU. ബില്ല് പഠിച്ചതിന് ശേഷം വിശദമായ നിലപാടെടുക്കുമെന്ന് SFI. 20 വർഷം വൈകിയെടുത്ത തീരുമാനം എന്ന് TP ശ്രീനിവാസന്റെ പ്രതികരണം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്ന വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എതിർപ്പറിയിച്ചു. സർക്കാർ നീക്കം എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് AISF. കേരള സർക്കാർ തീരുമാനം ദൗർഭാഗ്യകരമെന്ന് AISF അഖിലേന്ത്യാ പ്രസിഡന്റ് വിരാജ് ദേവാങ് 24-നോട് പറഞ്ഞു. This move will be a path to destroy the public education, and LDF partners, the student movement of Kerala, will never let it happen. സ്വകാര്യ സർവകലാശാല കരട് ബില്ലിന് തിരക്ക് പിടിച്ച് അംഗീകാരം നൽകിയ തീരുമാനത്തിൽ ആശങ്കയുണ്ടെന്ന് KSU. എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയെന്ന് വ്യക്തമാക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്ന കേന്ദ്ര നീക്കത്തിന് ബദലായാണ് കേരളം കൊണ്ടുവന്ന ബില്ലെന്നായിരുന്നു SFIയുടെ പ്രതികരണം. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി TP ശ്രീനിവാസൻ 24-നോട് പറഞ്ഞു. 20 കൊല്ലം മുമ്പേ ഉണ്ടാകേണ്ട തീരുമാനമായിരുന്നു. ഇനി ഏതെങ്കിലും നിക്ഷേപകർ കേരളത്തിലേക്ക് എളുപ്പത്തിൽ വരുമോ എന്ന സംശയമുണ്ടെന്നും TP ശ്രീനിവാസൻ. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് ഇത്. യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആശയമായിരുന്നു. ഒരു മരം വയ്ക്കുമ്പോൾ 20 കൊല്ലം മുമ്പ് വയ്ക്കണം എന്നാണ് ശാസ്ത്രം. അത് നടക്കാത്തത് കൊണ്ട് ഇനി 20 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് നോക്കാം. അതേസമയം ബില്ലിനെ എതിർക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. 24 തിരുവനന്തപുരം. ലഹരി വിപത്തിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഐക്യമാണ് ലഹരി മാഫിയയ്ക്കുള്ള ഏറ്റവും വലിയ സന്ദേശമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനം ലഹരി കേന്ദ്രമായിട്ടും അതിനെ ചെറുക്കാൻ എക്സൈസിന് അംഗബലമോ ഇന്റലിജൻസ് സംവിധാനമോ ഇല്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വ്യാപകമാകുന്നതും അതേ തുടർന്നുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള PC വിശ്വനാഥിന്റെ റൂൾ 50 നോട്ടീസാണ് സഭ നിർത്തിവെച്ചുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചത്.
ലഹരി വ്യാപനം ഉണ്ടാക്കുന്ന വിപത്തിനെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച PC വിശ്വനാഥ് എക്സൈസ് വകുപ്പ് ഉണർന്നു പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇവിടെ ലഹരി കുടത്തിൽ നിന്ന് പുറത്തു വന്ന ഭൂതം കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. സർക്കാരിന് ഇതിനകത്ത് എന്തെങ്കിലും പഠനമുണ്ടോ സാർ? എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ച് മതിയാകൂ സാർ. എൻഫോഴ്സ്മെന്റ് ഇക്കാര്യത്തിൽ ഈ മാഫിയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന. തുടർന്ന് സംസാരിച്ച എല്ലാ MLA-മാരും ലഹരി വ്യാപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ലഹരിക്കടത്ത് കൂടുന്ന സാഹചര്യത്തിൽ തടയാൻ പുതിയ മാർഗങ്ങൾ തേടണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. സർക്കാർ സംവിധാനത്തിലെ പോരായ്മകളെ പ്രതിപക്ഷ നേതാവും വിമർശിച്ചു. കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയെ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ? നമുക്കൊരു ഇന്റലിജൻസ് ഉണ്ടോ? എക്സൈസിന് ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ? ഒരു കേസ് പിടിച്ചാൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോകാനുള്ള ഒരു മെക്കാനിസമോ ഒരു മെഷീനറിയോ ഒന്നുമില്ല. ലഹരിയുടെ വിപത്ത് സഭയിൽ അവതരിപ്പിച്ച PC വിശ്വനാഥിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു മന്ത്രി MB രാജേഷിന്റെ മറുപടി. എന്നാൽ കേരളം ലഹരി കേന്ദ്രമായി മാറിയെന്ന വാദം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. കടൽ മാർഗം 22 കേസുകൾ പിടികൂടിയതിൽ 10 ഗുജറാത്ത് വഴിയാണ്. പിന്നെ 5 മഹാരാഷ്ട്ര വഴിയാണ്. ഇത് കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. കേരളം ഒരു തുരുത്തല്ല. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ലോകമാകെ ഈ ലഹരി ശൃംഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തമാണെന്ന് കേസുകളുടെ എണ്ണവും ശിക്ഷാനിരക്കും ചൂണ്ടിക്കാട്ടി മന്ത്രി സമർത്ഥിച്ചു. എന്നാൽ സംവിധാനങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് പ്രധാനമായിട്ട് രാസലഹരികൾ കേരളത്തിലേക്ക് വരുന്നത്. ഈ 2 കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് തടയാൻ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തിപ്പെടുത്തുന്നു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ രാജ്യത്ത് ഒന്നാമതാണ്. കൺവിക്ഷൻ റേറ്റിന്റെ കാര്യത്തിൽ രാജ്യത്ത് നമ്മൾ ഒന്നാമതാണ്. നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. 24 തിരുവനന്തപുരം. മുസ്ലിം സമുദായത്തെ ഭൂലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ അമേരിക്കയടക്കം ശ്രമിക്കുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജെറുസലേം ആസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. അതിന് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുസ്ലിം സമുദായത്തെ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കാൻ അമേരിക്ക പോലുള്ള വൻ രാഷ്ട്രങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടക്കമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി പലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ എല്ലാ രാജ്യവും, നമ്മുടെ ഇന്ത്യയും അതുപോലെ അമേരിക്കയും റഷ്യയും മറ്റെല്ലാ രാജ്യങ്ങളും പരിശ്രമിക്കേണ്ടതാണ്. ഈ നൂറ്റാണ്ടിൽ മനുഷ്യരാശിയുടെ ഭാഷ രചിക്കുന്നത് നിർമ്മിത ബുദ്ധിയാണ് എന്ന് പ്രധാനമന്ത്രി. AI പക്ഷപാതമാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും പാരീസിലെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് ലഭിച്ചത്. പാരീസിൽ നടന്ന AI ഉച്ചകോടിയിൽ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. പൊതുജനങ്ങളുടെ നന്മയ്ക്കായി ഇന്ത്യ AI ആപ്ലിക്കേഷൻ വികസിപ്പിക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങി നിരവധി കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാൻ AI-ക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി. AI can help transform millions of lives by improving health, education, agriculture, and so much more. It can help create a world in which the journey to sustainable development goals becomes easier and faster. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സർക്കാർ പ്രതിനിധികളും കമ്പനി CEO-മാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. പാരീസിൽ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം വരവേറ്റു. ഫ്രഞ്ച് പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലീസെ പാലസിലായിരുന്നു അത്താഴ വിരുന്ന്. മർസലയിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി US-ലേക്ക് തിരിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 24 ഡൽഹി. ജമ്മു കാശ്മീരിലെ അക്നൂർ സെക്ടറിൽ ഭീകരാക്രമണത്തിൽ 2 സൈനികർക്ക് വീരമൃത്യു. നിയന്ത്രണ രേഖയിൽ അതിർത്തി വേലിക്ക് സമീപം പട്രോളിംഗ് നടത്തുന്നതിനിടെ ഭീകരവാദികൾ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ചവരിൽ ഒരു ക്യാപ്റ്റനും ഉൾപ്പെടുന്നതായി സൈന്യം അറിയിച്ചു. പരിക്കേറ്റ ഒരു സൈനികൻ അപകടനില തരണം ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് സൈന്യം തിരച്ചിൽ ശക്തമാക്കി.
കൂറുമാറ്റ അഭ്യൂഹങ്ങൾക്കിടെ പഞ്ചാബ് MLA-മാരുടെ യോഗം ചേർന്ന് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. പാർട്ടിക്കുള്ളിൽ ഐക്യം നിലനിർത്താൻ കെജ്രിവാൾ MLA-മാരോട് ആവശ്യപ്പെട്ടു. പഞ്ചാബിൽ പാർട്ടിക്കുള്ളിൽ തർക്കമില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചു. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ 30ഓളം MLA-മാർ കോൺഗ്രസുമായി സമ്പർക്കത്തിലുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാൾ യോഗം വിളിച്ചത്. പഞ്ചാബിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പിന്നോട്ടു പോയെന്ന് ഭൂരിഭാഗം MLA-മാരും അറിയിച്ചതായാണ് വിവരം. എതിർപ്പുകൾ മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹം ശക്തമായാൽ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ ഭാവി അവതാളത്തിലാകും. മികച്ച പ്രവർത്തനങ്ങളിലൂടെ പഞ്ചാബിനെ മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകയാക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പ്രതികരിച്ചു. अभी दिल्ली की टीम का तजर्बा वो हम पंजाब में भी इस्तेमाल करेंगे. ऑलरेडी हम मोहल्ला क्लिनिक को हमारे यहाँ आम आदमी क्लिनिक बोलते हैं, वहाँ पे वो हम 850 से ऊपर हम वो स्थापित कर चुके हैं. MLA-മാർ കോൺഗ്രസുമായി സമ്പർക്കമുണ്ടെന്ന വാദങ്ങളും പഞ്ചാബ് മുഖ്യമന്ത്രി തള്ളി. हम किसी धर्म की या गुंडागर्दी की या ये पैसे बांटने की ये वाली राजनीति नहीं करते. ഡൽഹിയിൽ തകർന്നടിഞ്ഞ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലെ ഭരണം അനിവാര്യമാണ്. ആം ആദ്മി പാർട്ടിയുടെ ഭാവിയിലേക്കുള്ള കരുനീക്കങ്ങളാണ് എന്റെ പിന്നിൽ കാണുന്ന ഈ കപൂർത്തല ഹൗസിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ ഡൽഹിയിൽ നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടും തിരിച്ചുപിടിക്കാനാണ് പാർട്ടിയുടെ നീക്കം. ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം അച്യുതൻ, 24 ഡൽഹി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ തലമുറ മാറ്റം. ജില്ലാ സെക്രട്ടറിയായി ഗുരുവായൂർ മുൻ MLA KV അബ്ദുൽ ഖാദറിനെ തിരഞ്ഞെടുത്തു. 46-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പേർ പുതുമുഖങ്ങളാണ്. ടേം വ്യവസ്ഥയിൽ സമയം ബാക്കിയുണ്ടായിരുന്നെങ്കിലും മുതിർന്ന നേതാക്കൾക്കൊപ്പം സ്വമേധയാ സ്ഥാനമൊഴിയാൻ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് തയ്യാറായി. സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പോയ സംഘടനാകാലത്തെ പ്രവർത്തനങ്ങളെ ഇഴകീറി പരിശോധിച്ച സെഷനുകൾക്കൊടുവിൽ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനം. വിമർശനവും സ്വയം വിമർശനവുമായി പ്രതിനിധികളും നേതൃത്വവും സമ്മേളനത്തിൽ സജീവമായിരുന്നെങ്കിലും ഏകകണ്ഠമായിരുന്നു പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പ്. നിലവിലെ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇനിയും തുടരാനില്ലെന്ന് സ്വയം തീരുമാനിച്ചപ്പോൾ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതൃത്വവുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷം KV അബ്ദുൽ ഖാദറിനെ പുതിയ CPIM ജില്ലാ സെക്രട്ടറിയായി തീരുമാനിച്ചു. ഏതെങ്കിലും ഘട്ടത്തിലൊരു പരാജയമുണ്ടായാൽ ആ പരാജയത്തിൽ പരിതപിച്ചുകൊണ്ട് പൂർണ്ണമായും രംഗത്ത് പിന്മാറുന്ന ഒരു പ്രസ്ഥാനമല്ല ഞങ്ങളുടേത്. ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ CPIM-നാകും പുതിയ ജില്ലാ കമ്മിറ്റിക്ക് അതിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. 15 വർഷക്കാലം ഗുരുവായൂർ MLA ആയ അബ്ദുൽ ഖാദർ നിലവിൽ LDF തൃശൂർ ജില്ലാ കൺവീനറും പ്രവാസി കാര്യക്ഷേമ ബോർഡ് അംഗവുമാണ്. യുവത്വവും പരിചയസമ്പത്തും നിറഞ്ഞ 46-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പേരാണ് പുതുമുഖങ്ങൾ. മുൻ കമ്മിറ്റികളെ അപേക്ഷിച്ച് വനിതകളുടെ എണ്ണം ഇത്തവണ 6 ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം 10 പേരാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായത്. സംസ്ഥാന സമ്മേളന പ്രതിനിധികളായി 32 പേരെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. 24 തൃശൂർ. കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതിയിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം നിർദ്ദേശം നൽകി. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGP-ക്കും അടക്കം പരാതി നൽകാനാണ് മരിച്ച ജോളി മധുവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. കയർ ബോർഡ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിൽ പീഡന ആരോപണത്തിന് പിന്നാലെ ജോളി മധുവിന്റെ മരണമുണ്ടായത് സമൂഹത്തിൽ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. കയർ ബോർഡ് ചെയർമാൻ അടക്കമുള്ള ഉന്നത അധികാരികൾക്കെതിരെ ജോളി മധുവിന്റെ കുടുംബം രംഗത്തെത്തി. ജോളി മധുവിന്റെ മൃതദേഹം കയർ ബോർഡ് ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കണമെന്ന സഹപ്രവർത്തകരുടെ ആവശ്യം അധികാരികൾ അംഗീകരിച്ചില്ല. ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി കയർ ബോർഡ് കൊച്ചി ഓഫീസിലേക്ക് എത്തിയത്. ജോളി മധുവിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന കയർ ബോർഡ് ചെയർമാനും കയർ ബോർഡിന്റെ സെക്രട്ടറിക്കുമെതിരായിട്ടുള്ള നടപടി, അവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് മോഡി ഭരണകൂടം ചെയ്യേണ്ടതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം.
പ്രതിഷേധത്തിന് പിന്നാലെ ജോളി മധുവിന്റെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കാമെന്ന് അധികാരികൾ സമ്മതിച്ചു. എന്നാൽ മൃതദേഹം വീട്ടിലെത്തിച്ച് പ്രാർത്ഥനകൾ തുടങ്ങിയതിനാൽ കയർബോർഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു. കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. 3-അംഗ സംഘം 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണം. ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കുമടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. മൃതദേഹം നാളെ കയർബോർഡ് കൊച്ചി ആസ്ഥാനത്തും വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 11-ന് ഇടപ്പള്ളിയിലാണ് സംസ്കാരം. 24 കൊച്ചി. ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ശനിയാഴ്ചക്കകം ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഗസ ആക്രമിക്കും എന്നാണ് മുന്നറിയിപ്പ്. ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റിന് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ലംഘിച്ചെന്നാരോപിച്ച് ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് നീട്ടിവെച്ചിരുന്നു. ഡൽഹി പോലീസിലെ 1987 ബാച്ചിന്റെ 8ാമത് സമാഗമ സന്ധ്യ സംഘടിപ്പിച്ചു. രോഹിണി നോർത്ത് DCP നിതൻ വത്സൻ ഉദ്ഘാടനം ചെയ്തു. സേവനത്തിന്റെ 38 വർഷങ്ങൾ പൂർത്തിയാക്കി പടിയിറങ്ങുന്ന 104 പേർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. 1987 ബാച്ചിൽ അകാലത്തിൽ പൊലിഞ്ഞ സഹപ്രവർത്തകരായ 48 പേർക്ക് ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിച്ചു. കാസർഗോഡ് പൊയ്നാച്ചിയിൽ പട്ടയഭൂമിയെ ചൊല്ലി റവന്യൂ ജീവനക്കാരും ഭൂവുടമയും തമ്മിൽ തർക്കം. പൊയ്നാച്ചി തെക്കിൽ വില്ലേജിൽ UB ആയിഷയും റവന്യൂ ഉദ്യോഗസ്ഥരും തമ്മിലാണ് തർക്കമുണ്ടായത്. പൊയ്നാച്ചി തെക്കിൽ വില്ലേജിൽ UB ആയിഷയ്ക്ക് 1988 സംസ്ഥാന സർക്കാർ ഒരേക്കർ ഭൂമി പതിച്ചു നൽകിയത്. 2014 ഒരേക്കർ ഭൂമിയിൽ നിന്ന് 10 സെന്റ് ഭൂമി മകൻ BA ഇസ്മായിലിന് കൈമാറി. 2019 വരെ ഭൂമിയിൽ നികുതി അടച്ചു. ഇസ്മായിലിന് കൈമാറിയ 10 സെന്റ് ഭൂമിയെ ചൊല്ലിയാണ് പിന്നീട് തർക്കമുയർന്നത്. 10 സെന്റ് ഭൂമി സർക്കാർ ഭൂമിയാണെന്നും ഇതിൽ UB ആയിഷയ്ക്കും മകൻ ഇസ്മായിലിനും ബന്ധമില്ലെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തി. തുടർന്ന് നടന്ന നിയമപോരാട്ടത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറും കാസർഗോഡ് ജില്ലാ കോടതിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെ ആയിഷയ്ക്കും മകൻ ഇസ്മായിലിനും അനുകൂലമായി ഉത്തരവിട്ടു. എന്നിട്ടും നികുതി സ്വീകരിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. എല്ലാ കാര്യങ്ങളും ജില്ലാ കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള ആൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അന്നത്തെ വില്ലേജ് ഓഫീസർ പൊയ്നാച്ചി രമേശൻ സാറായിരുന്നു അന്നത്തെ തെക്കേ വില്ലേജ് ഓഫീസർ. ആ വില്ലേജ് ഓഫീസർ എൻ്റെ ഭൂമിയെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ഫയലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് എൻ്റെ നികുതി ഇന്നും കേരള സർക്കാർ അദാലത്തിൽ ഉത്തരവാക്കിയിട്ടും എൻ്റെ നികുതി എടുക്കണമെന്ന് ഉത്തരവാക്കിയിട്ടും ഈ നികുതി എടുക്കാത്തത്. ഇസ്മായിലിന് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ 10 സെന്റ് ഭൂമി മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ നീക്കം നടക്കുന്നതായി മനസ്സിലായി. 2024 ഡിസംബറിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഇടപെട്ട് ഇസ്മായിലിന് നികുതി അടയ്ക്കാൻ അനുമതി നൽകി ഉത്തരവിട്ടു. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് നികുതി സ്വീകരിക്കുന്നില്ലെന്നാണ് ഇസ്മായിലിന്റെ ആരോപണം. റവന്യൂ വകുപ്പിലെ ജോയിന്റ് കൗൺസിൽ അംഗങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും എതിർകക്ഷിയായ സ്വകാര്യ വ്യക്തി CPI അംഗമാണെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇസ്മായിലും കുടുംബവും 25 ദിവസമായി കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിലാണ്. 24 കാസർഗോഡ്. 24 പൂർത്തിയാകുന്നു. നമസ്കാരം.